Good morning, students. +2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So we are discussing the third chapter of microeconomics, production and cost. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഉൽപാദനവും ചെലവും എന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In the last class we discussed about short run cost. ഹ്രസ്വ കാലയളവിലെ ചെലവുകളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായും മൂന്ന് ഹ്രസ്വകാല ചെലവുകളെക്കുറിച്ച്. വൺ ഈസ് TFC, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, മൊത്തം സ്ഥിര ചെലവിനെക്കുറിച്ച്. അതുപോലെ തന്നെ TVC, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, മൊത്തം വിഭേദക ചെലവിനെക്കുറിച്ച്. ആൻഡ് അബൌട്ട് TC, മൊത്തം ചെലവിനെക്കുറിച്ച്. നിങ്ങൾക്കറിയാം TC ഈസ് ഈക്വൽ ടു TFC പ്ലസ് TVC. ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സ്ഥിര ചെലവിനോടുകൂടി മൊത്തം വിഭേദക ചെലവ് കൂട്ടിയാൽ നമുക്ക് മൊത്തം ചെലവ് കിട്ടും ഒരു സ്ഥാപനത്തിൻ്റെ. ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. വളരെ വിശദമായിട്ട് നമ്മൾ ഈ മൂന്ന് ഹ്രസ്വകാലയളവിലെ ചെലവുകളെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് മറ്റൊരു 4 ചെലവുകളെക്കുറിച്ച്, ഷോർട്ട് റണ്ണിലെ ഒരു 4 ചെലവുകളെക്കുറിച്ചും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. വിച്ച് ആർ ദേ? വൺ ഈസ് SAC, ദാറ്റ് ഈസ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഹ്രസ്വകാലയളവിലെ ശരാശരി ചെലവ്. ഓക്കെ, SAC, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ആൻഡ് ദെൻ ഈസ് AFC. So what is AFC? Average fixed cost. ഹ്രസ്വകാലയളവിലെ ശരാശരി സ്ഥിര ചെലവ്. ശരാശരി സ്ഥിര ചെലവ്, ദാറ്റ് ഈസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ദെൻ ABC, ശരാശരി വിഭേദക ചെലവ്, ഷോർട്ട് റണ്ണിലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ദ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് SMC. what do you mean by SMC? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഹ്രസ്വകാലയളവിലെ സീമാന്ത ചെലവ്. അപ്പോൾ ഈ 4 ചെലവുകളെക്കുറിച്ചും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ നമുക്ക് 1 by 1 ആയിട്ട് എടുക്കാം. ആദ്യം എന്താണ് SAC? വാട്ട് ഈസ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്? അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു പട്ടികയുടെ സഹായത്തോടു കൂടിയാണ് ഇത് മനസ്സിലാക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ SACയും അതുപോലെ തന്നെ AFCയും AVCയും SMCയും കണ്ടുപിടിക്കാം. ഈ പട്ടികയുടെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. SAC ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് ആദ്യം നോക്കാം. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഓഫ് എ ഫേം ഈസ് ദ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. SAC ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു സ്ഥാപനത്തിൻ്റെ ഹ്രസ്വകാല ശരാശരി ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു മാത്ര ഉൽപ്പന്നത്തിന് വേണ്ടി സ്ഥാപനം വഹിക്കുന്ന മൊത്തം ചെലവിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഹ്രസ്വകാലയളവിലെ ശരാശരി ചെലവ്. ഒരു മാത്ര ഉൽപ്പന്നത്തിന് വേണ്ടി ഒരു സ്ഥാപനം ചെലവഴിക്കുന്ന മൊത്തം ചെലവ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം വഹിക്കുന്ന മൊത്തം ചെലവ്. ഈ SAC നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ SAC ഈസ് കാൽക്കുലേറ്റഡ് ആസ് SAC ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ബൈ Q. TC ബൈ Q ആണ് SAC കാണാനുള്ള വഴി. ഹ്രസ്വകാലയളവിലെ ശരാശരി ചെലവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫേം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് Q. എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം TCനെ, ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം ചെലവിനെ അവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? SAC കിട്ടും. ഇപ്പം നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് SAC = TC ബൈ Q ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ SACയുടെ, അതായത് 6th കോളം, ഈ SAC കാണിക്കുന്നത് 6ാമത്തെ കോളത്തിലാണ്. അപ്പോൾ 6ാമത്തെ കോളം നമുക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. നോക്കൂ,
When the output is 0, the SAC is ill-defined. ഔട്ട്പുട്ട് 0 ആവുമ്പോൾ SAC നിർവചിക്കപ്പെടുന്നില്ല. Then when output increases to 1, your output is Q, number of units of output. ഉൽപ്പന്നത്തിൻ്റെ അളവുകളെയാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ ഉൽപ്പന്നത്തിൻ്റെ അളവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 0 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലേക്ക് പ്രൊഡക്ഷൻ വരുമ്പോൾ എന്തായിരിക്കും SAC നമുക്കറിയാം TC/Q. So here TC is 30 and Q is number of units of output is 1. That is 30/1. That is 30. So TC is equal to, when output is 1 unit, SAC is TC/Q. That is 30 divided by 1 is equal to 30. Okay. Then next, when output increased to 2, what will be the SAC? Again, TC/Q. What is TC? When output is 2, the total cost is 38. And what is the number of units of output of Q? It is 2. So 38/2, it is 19. Okay. Then output increases to 3. The SAC is 44/3. 44 is the total cost and output is 3. So 44/3, that is 14.17. 14.17. Okay. When again the output increased to 4, SAC is 49/4. So 49/4 is 12.25. And when output is 5 and the total cost is 53, SAC is 53 divided by 5. That is 10.67. So see, as output increases, short-run average cost is decreasing. അതായത് ഔട്ട്പുട്ട് കൂടുന്തോറും നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്, ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിക്കും തോറും ഹ്രസ്വകാല ശരാശരി ചെലവ്, ഒരു സ്ഥാപനത്തിൻ്റെ ഹ്രസ്വകാല ശരാശരി ചെലവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ടേബിളിൽ നിന്ന് SAC കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് AFC, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. എന്താണ് ശരാശരി സ്ഥിരച്ചെലവ് എന്ന് പറഞ്ഞാൽ? ഷോർട്ട് റൺ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. സോ average fixed cost of a firm is defined as the total fixed cost per unit of output. AFC is the total fixed cost per unit of output. ഉൽപ്പന്നത്തിൻ്റെ ഒരു മാത്രയുടെ മൊത്തം സ്ഥിര ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AFC. ഉൽപ്പന്നത്തിൻ്റെ ഒരു മാത്രയുടെ മൊത്തം സ്ഥിര ചെലവ്. സോ AFC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? AFC is equal to total fixed cost divided by Q. നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഈ AFC, that is fifth column, അഞ്ചാമത്തെ കോളം നമുക്ക് ഫിൽ ചെയ്യാം. ഓക്കെ. സി, when output is 0, AFC is ill-defined. When output increases to 1, what will be average fixed cost? Average fixed cost എങ്ങനെ നമുക്ക് കാണാം? TFC/Q. So what is TFC when output is 1? It is 20. So 20 by output is 1. Number of units of output is 1. So 20/1 is equal to 20. So here it is 20. Then when output increases to 2, the total fixed cost is 20. No change in fixed cost. Total fixed cost യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. So total fixed cost is 20 and the output produced is 2. 20/2, that is 10. So it is 10. Average fixed cost is 10. Then when output is 3, that means when 3 units of output are produced, the total fixed cost is again 20 divided by 3. 20/3, it is 6.67. Okay, 6.67. Then next, when output is 4,
total fixed cost is 20 and 20 by 4 that is 5. Average fixed cost is 5 and when output is 5, when 5 units of output are produced and the total fixed cost is 20 and average fixed cost is 20 divided by 5 that is 4. അപ്പോൾ നിങ്ങൾക്ക് AFC കിട്ടി, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്പുട്ട് Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് AFC കിട്ടും. The AFC is also decreasing as output increases. As output increases, short run average cost is decreasing and also the average fixed cost is also decreasing. Okay. So that is all about AFC. Next, നമ്മൾ അടുത്ത ഷോർട്ട് റൺ കോസ്റ്റായ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എങ്ങനെ കണ്ടെത്തുമെന്ന് നോക്കാം. സോ ഫസ്റ്റ് we have to define this average variable cost. Average variable cost of a firm is the total variable cost per unit of output. It is the AFC is the total variable cost per unit of output. ഉൽപ്പന്നത്തിൻ്റെ ഒരു മാത്രയ്ക്ക് വേണ്ടി വരുന്ന മൊത്തം വിഭേദക ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശരാശരി വിഭേദക ചെലവ്. ഉൽപ്പന്നത്തിൻ്റെ ഒരു മാത്രയ്ക്ക് വേണ്ടി വരുന്ന മൊത്തം വിഭേദക ചെലവ്. ദാറ്റ് ഈസ് AVC ഈസ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. എങ്ങനെ നമുക്കത് കാണാം? AVC ഈസ് ഈക്വൽ ടു TVC ബൈ Q. TVCനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AVC. സി നമ്മൾ 6th കോളം ഈസ് AVC, ആവറേജ് വാരിയബിൾ കോസ്റ്റ്, ശരാശരി വിഭേദക ചെലവ്. നമുക്ക് ഈ കോളം ഒന്ന് ഫില്ല് ചെയ്യാം. സി when output is 0, AVC is ill defined and when output increases to 1, AVC is total variable cost is 10 divided by 1, that is 10. AVC is 10. When output increases to 2, what is the AVC? Total variable cost divided by number of units of output, that is 18 by 2, that is 9. So when it is 3, when output to produce is 3 units and the total variable cost is 24. So what will be the AVC? 24 by 3, that is 8. When output increases to 4, the total variable cost is 29 and average variable cost is 29 by 4, that is 7.25. And the last, when output produced is 5 units and the total variable cost is 33, and the total variable cost divided by Q, we will get AVC, that is 33 divided by 5, we will get 6.6. So that is all about AFC. Sorry, AVC. That is all about AVC. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ കോസ്റ്റിനെ കുറിച്ചും, അതായത് ഇനി നമുക്കിവിടെ മനസ്സിലാക്കുന്നത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റാണ്. അതൊഴികെ ബാക്കി എല്ലാ കോസ്റ്റിനെ കുറിച്ചും ഹ്രസ്വ കാലയളവിലെ കോസ്റ്റിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തായിരിക്കും SAC? SAC ഈസ് ഈക്വൽ ടു AFC പ്ലസ് AVC ആയിരിക്കും. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. SAC കിട്ടുന്നത് നമുക്ക് നോക്കാം. AFC plus AVC, 20 plus 10, that is 30. 10 plus 9, that is 19. 6.67 plus 8, that is 14.67. Then 5 plus 7.25, that is 12.25. And 4 plus 6.6, that is 10.6. So we will get SAC by adding AFC plus AVC. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അടുത്ത നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത കോസ്റ്റ്, ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് SMC ആണ്. സോ വാട്ട് ഈസ് ഷോർട്ട് റൺ
marginal cost. So what is short-run marginal cost? എന്താണ് സീമാന്ത ചെലവ്, ഹ്രസ്വകാലയളവിലെ സീമാന്ത ചെലവ്? സോ short-run marginal cost എങ്ങനെ ഡിഫൈൻ ചെയ്യാം? SMC can be defined as the change in total cost per unit of change in output. ഉൽപ്പന്നത്തിൻ്റെ ഒരു മാത്ര കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഫലമായി മൊത്തം ചെലവിലുണ്ടായ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീമാന്ത ചെലവ് അഥവാ ഹ്രസ്വകാല സീമാന്ത ചെലവ്. സോ ഇറ്റ് ഈസ് ദ SMC ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. SMC നമുക്ക് എങ്ങനെ കാണാം? SMC ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ total cost, change in TC divided by change in output. That means delta TC denotes change, മാറ്റം, TC യിൽ വന്ന മാറ്റം, divided by change in output, that is delta Q, number of units of output ൽ വന്നിരിക്കുന്ന മാറ്റം. അപ്പം ഒരു മാത്ര കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മൊത്തം ചെലവിൽ വരുന്ന മാറ്റം, അതാണ് യഥാർത്ഥത്തിൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഹ്രസ്വകാല സീമാന്ത ചെലവ്. നമുക്ക് ലാസ്റ്റ് കോളം യു സി ദിസ് ഇസ് SMC. ഈ SMC കോളം നമുക്ക് ഒന്ന് ഫിൽ ചെയ്യാം. ശ്രദ്ധിക്കൂ, when output is 0 as in the case of all other short run cost, except the total fixed cost and TC, SMC is ill defined. അപ്പോൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് പോലെ തന്നെ ശരാശരി ഹ്രസ്വകാല ശരാശരി ചെലവിൻ്റെ പോലെ തന്നെ ഹ്രസ്വകാല സീമാന്ത ചെലവും ഔട്ട്പുട്ട് 0 ആവുമ്പോൾ നിർവചിക്കപ്പെടുന്നില്ല. ഇറ്റ് ഈസ് ഇൽ ഡിഫൈൻഡ്. ഓക്കെ, സോ വെൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ടു 1, that means number of units of output increase to 1 from 0. You see, there is a change in total cost. Total cost എന്ത് സംഭവിച്ചു? ടോട്ടൽ കോസ്റ്റ് 20 നിന്ന് 30 ആയി. അപ്പോൾ നമുക്ക് SMC കണ്ടെത്താം. SMC എന്തായിരിക്കും? ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്ന മാറ്റം 30 minus 20, that is 10, divided by change in Q, 0 ൽ നിന്ന് 1 ആയി. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന് പറഞ്ഞാൽ 1. സോ 10 by 1 is equal to 10. So that is 10. Then പിന്നീട് എന്താ സംഭവിച്ചത്? The firm increased the output again from 1 unit to 2 units. So we can see a 1 unit change. And the total cost increases from 30 to 38. So there is a difference is 8 rupees. മൊത്തം ചെലവിൽ വന്നിരിക്കുന്ന മാറ്റം 8 രൂപ. അപ്പോൾ നമുക്ക് ഡെൽറ്റ TC by ഡെൽറ്റ Q ആണ് SMC. സോ ഡെൽറ്റ TC is 38 minus 30, that is 8. Delta Q is 2 minus 1, that is 1, that is 8 by 1, 8. Okay. Then when output increased from 2 to 3 and the total cost increased from 38 to 44, you can see the change in TC is from 38 to 44, that is 6 rupees increase. So 6 by 1, that is 6. And when output again increased from 3 to 4 and the total cost increased from 44 to 49, the difference in total cost is 5, 49 minus 44, and the difference in the number of units produced is 4 minus 3, that is 1. 5 by 1 is equal to 5. The last, when output increased to 5 units and there is a change in total cost from 49 to 53, you can see a 4 rupees increase. 4 രൂപയുടെ വ്യത്യാസമാണ് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 53 minus 49. സോ ഡെൽറ്റ TC ഈസ് 4 ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q 5 minus 4, that is 1. 4 by 1 is equal to 4. അപ്പോൾ ഇവിടെ നമുക്ക് മാർജിനൽ കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഇവിടെ കിട്ടി. അപ്പം എല്ലാ ഷോർട്ട് റൺ കോസ്റ്റുകളും നമ്മളിവിടെ മനസ്സിലാക്കി.
ശ്രദ്ധിച്ചു നോക്കൂ. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ യു ക്യാൻ സി TFC ഈസ് കോൺസ്റ്റൻറ്റ്. ഓൺലി TFC ഈസ് കോൺസ്റ്റൻറ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ് അവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്. ആൻഡ് ഓൾ അതർ കോസ്റ്റ്, ദാറ്റ് ഈസ് TC is increasing. Total cost is increasing. As output increases, total cost is increasing. ഈ ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ആര് മാത്രമാണ്? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് മാത്രമാണ്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൽ വരുന്ന മാറ്റമാണ് ടോട്ടൽ കോസ്റ്റിൽ കാണുന്നത്. യു സി, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഈസ് ഇൻക്രീസിങ്. ഈ ഇൻക്രീസ് ആണ് എവിടെ പ്രതിഫലിക്കുന്നത്? ടോട്ടൽ കോസ്റ്റിൽ പ്രതിഫലിക്കുന്നത്. ഓക്കെ, ദെൻ AFC ഈസ് ഡിക്രീസിങ്. ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈസ് ആൾസോ ഡിക്രീസിങ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഈസ് ഡിക്രീസിങ് ആൻഡ് ആൾസോ ദ മാർജിനൽ കോസ്റ്റ് ഈസ് ആൾസോ ഡിക്രീസിങ്. അപ്പോൾ ഇവിടെ ഫിക്സഡ് ആയി നിൽക്കുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ്. ടോട്ടൽ കോസ്റ്റിലെ ഈ ഇൻക്രീസിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റാണ്. മൊത്തം വിഭേദക ചെലവിൽ വരുന്ന മാറ്റമാണ് മൊത്തം ചെലവിൽ പ്രതിഫലിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഷോർട്ട് റൺ കോസ്റ്റ്. ഈ ടേബിള് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും തന്നു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടും തന്നു കഴിഞ്ഞാൽ മറ്റ് കോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കുക. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഷേപ്സ് ഓഫ് ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സ്.